ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് റെഡിമെയ്ഡ് കളക്ഷനാണ് കാണിക്കുന്നത്. റെഡി ടു ഡെസ്പാച്ച് ആണ്. ഓൾറെഡി സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറേ പേരിപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തത് കാണിക്കുമ്പോൾ ഷോപ്പിലെ കളക്ഷൻ ഇപ്പോൾ ഈ ഒരു റീലൊക്കെ മുമ്പ് കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലായാലും കുറേ പേര് പറയുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ച് ഓർഡർ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ എളുപ്പമല്ല. അത് നമ്മൾ വെബ്സൈറ്റിലാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. മുമ്പ് വാട്സപ്പിലായിരുന്നു, ഇപ്പോൾ വാട്സപ്പ് നമ്മൾ നോക്കുന്നില്ല. കാരണം ഒരുപാട് മെസ്സേജ് വന്ന് ഹാങ്ങായി കുറേ പ്രോബ്ലമായി, കസ്റ്റമേഴ്സിന് ഡിലേ വന്നു. അപ്പോൾ ഇത് റെഡി ടു ഡെസ്പാച്ച് ആണ്. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഷോപ്പിലെ കളക്ഷനാണ് കേട്ടോ. എല്ലാം 2000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇത് നല്ല ഭംഗിയിൽ പ്രിൻറ്റിൽ വരുന്നൊരു ഫുൾ സെറ്റാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ഉണ്ടെങ്കിലും കുറച്ച് ടൈറ്റായിട്ടാണ് ആം ഹോൾ ആ ഒരു ഭാഗമൊക്കെ. ഇത് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോൾ ആക്കിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് അയക്കുക. XXLൻ്റെ ടാഗ് ഉണ്ടെങ്കിലും XXL ആയിട്ടാണ് അയക്കുക. അതുപോലെ നമ്മളിവിടുന്ന് കറക്റ്റ് ചെയ്തിട്ട് അയക്കുക. നിങ്ങൾ ഏതാണ് ഓർഡർ ആക്കുക അപ്പോൾ അതുതന്നെ പറഞ്ഞാൽ മതി. മീഡിയം ആണെങ്കിൽ ഇവിടുന്ന് ലാർജ് അയക്കും. അങ്ങനെയാണ് കേട്ടോ. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. ഇൻസ്റ്റയിലും നമ്മൾ ആ സെയിം ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചാണുള്ളത്. പെട്ടെന്ന് ഓർഡർ ആക്കുന്നവർക്ക് മാത്രമാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ. നല്ല പ്രിൻറ്റിൽ വരുന്നൊരു ടൈപ്പാണ്. എല്ലാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് നല്ല കുറച്ച് പ്രീമിയം മോഡലിൽ എങ്ങനെയാണ് മെറ്റീരിയൽസ് വരിക, ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് താഴെ ഒരു ലേസ് വന്നിട്ടുണ്ട്. ഫുൾ സെറ്റാണ്. ജോർജറ്റാണ് ഷോള് വരുന്നത്. ലേസ് കൊടുത്തിട്ടുണ്ട്. ഷോളിൽ തന്നെ ലേസ് ഉണ്ട്. പിന്നെ അതാ ഇതേപോലെ സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ബോട്ടം വരുന്നുണ്ട്. ഇത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ടൈപ്പല്ലേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 2599 രൂപയാണ്. പ്രീമിയം ആണ് കേട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ ഫങ്ഷൻസിനും നോർമലായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് വളരെ കുറച്ച് മോഡൽസാണ് ഷോപ്പിൽ വരുന്നുള്ളൂ. അതും കൂടാതെ അടിപൊളി ഒരു ഓഫർ വരുന്നുണ്ട്. ഫുൾ സ്റ്റോക്ക് ഓഫറിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്ത പോലെ ഫുൾ സ്റ്റോക്ക് ഇവിടെ ഒന്നും മാറ്റി വയ്ക്കാനില്ല. എല്ലാം നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അത് ഡേറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ആകെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇതൊക്കെ ബാക്കി വരുന്നുള്ളൂ. 2799 രൂപയ്ക്ക് യോ കട്ടിങ് വിത്ത് പാനലായിട്ട് ഫ്ലയറിൽ വരുന്നതാണ്. ഒരു ക്രിസ്പി ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ ഇങ്ങനെ സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് നമ്മൾ ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലയറാണ്, പാനൽ കട്ടാണ്. എല്ലാവർക്കും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ നെക്കിൽ നമുക്കിവിടെ ബീഡ്സിൻ്റെ വർക്കും കൂടെ വരുന്നുണ്ട്. ഫുൾ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിലൊക്കെ വരുമ്പോൾ ഈ പാറ്റേൺ ഒക്കെ വരുമ്പോൾ ജോർജറ്റ് പ്ലെയിൻ ഷോളും ബോട്ടം അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയലാണ് ഇതിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. മെറ്റീരിയൽ നല്ലതായിരിക്കും, നല്ല അടിപൊളി പ്രിൻ്റായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട്. നമുക്കിനി തേർഡ് വരുന്നത് ഈ ഒരു പാറ്റേൺ. ഇത് ഞാൻ റീലിട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വെബ്സൈറ്റിലോ നമ്മൾ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചത്. ഇത് 38 ടു നമുക്ക് XXL വരെയും വരുന്നുണ്ട്. 2599 രൂപയാണ് ഇത് വരുന്നത്. ഇതിൽ ഫുൾ സെറ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലെയിൻ ജോർജറ്റ് ഷോള് ബോട്ടം കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇത് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്ലീവ് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചും കൂടെ വരുന്നുണ്ട്. ഇതേപോലെയാണ് കളർ ചേഞ്ച് വരുന്നത് കേട്ടോ. 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒന്ന് പിങ്ക്, ഒന്ന് ബ്ലാക്കിൽ. ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ നോക്കിയാൽ നെക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. ഒരു ഹൈ നെക്ക് വന്നിട്ട് ഇത് ഞാൻ റീലിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഇത് ചോദിക്കുകയാണ് ഈ ഐറ്റം ഉണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലാണെങ്കിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല.
കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മോഡൽസ് മാറ്റിയിട്ടിട്ട് അത് വെബ്സൈറ്റിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐറ്റം ആഡ് ചെയ്യണേ. പിന്നെ നമുക്ക് ഇതുപോലത്തെ പ്രീമിയം കളക്ഷൻ വളരെ കുറച്ച് കളക്ഷനാണ് ഇനി ബാക്കിയുള്ളൂ. അതും കൂടെ നമ്മൾ പിന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കളക്ഷൻ ഉണ്ടാവില്ല. ഈ ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു 4 മോഡലാണ്. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. വാട്സപ്പിൽ നിങ്ങൾക്ക് അത്രയും അറിയില്ലെങ്കിൽ മാത്രം ഓർഡർ ആക്കുക. വാട്സപ്പ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ വരും. അതുകൊണ്ടാണ് വെബ്സൈറ്റ് ഇടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ കിട്ടി വരുമ്പോഴേക്കും വെബ്സൈറ്റിലായിട്ട് കഴിയും. നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് വെയിറ്റ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് കൊടുക്കുന്നത്. അതുകൂടാതെ കുറേ കുറച്ച് മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ തന്നെ സർവീസ് മോശമാണെന്നുള്ള ഒരു കമൻറ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഷിപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരാളിരുന്ന് റിപ്ലൈ ചെയ്യുന്നത് ഡിലേ വരുന്നതുകൊണ്ടാണ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com എന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ. അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല. സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ്, കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും
വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം, അതുപോലെ തന്നെ പിൻകോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.